ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലഡ്ഡു ആണ്. ആ ലഡ്ഡുവിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അവലാണ്. അവലിന് പുറമെ പൊരിക്കടല അല്ലെങ്കിൽ പൊട്ടുകടല എന്ന് പറയുന്ന കടല ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, കിസ്മിസ് എടുത്തിട്ടുണ്ട്, ഏലക്ക, 100 ഗ്രാം നെയ്യ് എടുത്തിട്ടുണ്ട്, 150 ഗ്രാം ശർക്കര പാവ് കാച്ചി എടുത്തതാണ് ഇത്. ആദ്യം നമുക്ക് അവലൊന്ന് ചൂടാക്കി എടുക്കാം. അവൽ നല്ലോണം വറുത്തെടുക്കുകയാണ്. നല്ല ക്രിസ്പി ആവുന്നത് വരെ വറക്കണം. പെട്ടെന്ന് അടി പിടിച്ചു പോകും, അതുകൊണ്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ലോണം വറണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ട്. അവൽ നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. പൊരിക്കടല ഒന്ന് വറുത്തെടുക്കുകയാണ്. ഒന്ന് ചൂടായാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് ചൂടാവുന്നത് വരെ തൊട്ട് നോക്കുമ്പോൾ ഒന്ന് ചൂട് വരണം. അത്രയും നേരം ഇതൊന്ന് വറുത്തെടുക്കണം. 1 സ്പൂൺ നെയ്യ് ഒഴിക്കുവാണ്. നെയ്യ് ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് കാഷ്യൂ നട്ട് അതിനകത്തേക്ക് വറുത്തെടുക്കാം. കാഷ്യൂ നട്ട് നല്ലവണ്ണം പൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ പൊടിച്ചെടുക്കാം. അടുത്ത് നമ്മളിത് എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് വറുത്ത കടലയും കാഷ്യൂ നട്ടും ഡേറ്റ്സ് എടുത്ത് വെച്ചതും ഒന്നിച്ച് ആഡ് ചെയ്യണം. ഇത് നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. നേരത്തെ കാഷ്യൂ നട്ട് വറുത്ത സെയിം പാനിൽ തന്നെ ബാക്കി നെയ്യ് ഞാൻ ഒഴിക്കുവാണ്. എടുത്ത് വെച്ചിട്ട് ഫുൾ നെയ്യ് ഒഴിക്കുവാണ്. കിസ്മിസ് അതിലേക്ക് ആഡ് ചെയ്യാം. കിസ്മിസ് എല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചെടുത്ത അവലാണിത്. അപ്പം അതും അതിനൊപ്പം തന്നെ നേരത്തെ പൊടിച്ചെടുത്ത കടല അതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നിച്ച് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കും. തീ നല്ല കുറച്ച് വെച്ചിട്ടാണ് ഇത് ഇളക്കാനുള്ളത്. ഏലക്ക ആഡ് ചെയ്യുവാണ്. നല്ലോണം മിക്സായി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാവ് കാച്ചതിന്റെ പകുതി ഞാൻ ഒഴിച്ചു വെക്കുക. ഇതിന് നല്ല മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി ശർക്കരയും കൂടി ഞാൻ ഒഴിക്കുവാണ്. ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കിയും നമുക്ക് ഒഴിക്കാം. എല്ലായിടത്തും നല്ല പോലെ ചേർന്ന് വരണം. അത് നോക്കി വേണം അടുത്ത വീണ്ടും ശർക്കര ചേർക്കാനായിട്ട്. കാരണം ഒത്തിരി വെള്ളം പോലെ ആകുവാൻ പാടില്ല. കുറച്ചുകൂടെ ശർക്കര ഇനി മിക്സ് ചെയ്യാം. ഞാൻ എടുത്തിരുന്ന ഫുൾ ശർക്കര ഞാൻ അതിൽ ആഡ് ചെയ്തു. ഇനി നല്ലപോലെ ഇത് കുഴഞ്ഞു വരുന്നവരെ ജോയിൻ ചെയ്തെടുക്കാം. ഇതിപ്പം കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ. ഇങ്ങനെ വേണം അതിരിക്കാനായിട്ട്, ഈ ഒരു പാകം വേണം അത് വരാനായിട്ട്. ഇതിപ്പോൾ നല്ല ചൂടാണ്. ഇപ്പം നമുക്ക് ഉരുട്ടി എടുക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ലഡ്ഡുവിൻ്റെ ഉരുട്ടിയെടുക്കാം. തണുക്കുക എന്ന് പറഞ്ഞാൽ നല്ലോണം തണുക്കാൻ പാടില്ല, ചെറിയൊരു ചൂടുണ്ടായിരിക്കണം. ആ സമയത്ത് നമുക്ക് ഇത് കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. ഇത് നല്ല തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ലഡ്ഡുവിൻ്റെ ഉരുളകളാക്കി മാറ്റാം. ചെറു ചൂടുണ്ട് അതിന്. ആ ചൂടോടുകൂടി തന്നെയാണ് ഇത് ഉരുട്ടുന്നത്. ഇങ്ങനത്തെ ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡ്ഡു റെഡി ആയിട്ടുണ്ട്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലഡ്ഡു ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. വീഡിയോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. മറ്റൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.